ചൈനയിലുള്ള US സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വിചിത്ര വിലക്കുമായി ട്രംപ് ഭരണകൂടം. അമേരിക്കൻ സർക്കാർ സംവിധാനങ്ങളിലും മറ്റുമുള്ള ഉദ്യോഗസ്ഥരും ചൈനീസ് പൗരന്മാരും തമ്മിൽ പ്രണയബന്ധങ്ങൾ പാടില്ലെന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ. ചൈനക്കാരുമായി പ്രണയ ലൈംഗിക ബന്ധങ്ങൾ വേണ്ടെന്നാണ് ജീവനക്കാരോട് US സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. US നയതന്ത്ര ഉദ്യോഗസ്ഥർക്കും കുടുംബാംഗങ്ങൾക്കും സുരക്ഷാ ക്ലിയറൻസ് കിട്ടിയിട്ടുള്ള കരാറുകാർക്ക് എല്ലാം ബാധകമായ മാർഗനിർദ്ദേശം ചൈനയിലെ US അംബാസിഡർ ആയിരുന്ന നിക്കോളസ് ബേൺസ് അവിടെ നിന്ന് തിരികെ എത്തുന്നതിന് മുൻപ് അവതരിപ്പിച്ചിരുന്നതായി അസോസിയേറ്റഡ് പ്രസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചൈനയിലെ സർക്കാർ ജീവനക്കാരുമായി മാത്രമല്ല ചൈനീസ് പൗരന്മാരുമായും തന്നെയും പ്രണയബന്ധം പാടില്ലെന്ന നിരോധനാജ്ഞയാണ് US ഭരണകൂടത്തിന്റെ പുതിയ നയം. ചാരവൃത്തി സംബന്ധിച്ച ആശങ്കകൾ വർദ്ധിക്കുന്നതിനെ തുടർന്നാണ് ചൈനീസ് പൗരന്മാരുമായി പ്രണയബന്ധമോ സെക്സോ പാടില്ലെന്ന് US തിട്ടൂരമിട്ടിരിക്കുന്നത്. US സർക്കാർ ജീവനക്കാർക്ക് മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങൾക്കും നിരോധന ബാധകമാണ്. അമേരിക്കൻ ഉദ്യോഗസ്ഥരും ചൈനീസ് പൗരന്മാരും തമ്മിലുള്ള പ്രണയപരമോ ലൈംഗികപരമോ ആയ ബന്ധങ്ങളെ നിരോധിക്കുന്ന നയം ജനുവരിയിൽ തന്നെ ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നു. ചൈനയ്ക്ക് പുറത്ത് വിന്യസിച്ചിരിക്കുന്ന US ഉദ്യോഗസ്ഥർക്ക് പുതിയ നിർദ്ദേശം ബാധകമല്ല. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിന്റെ താരിഫ് പരിഷ്കരണങ്ങളും ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്ന വിഷയമാണ്. ട്രംപിന്റെ താരിഫ് ഏറ്റ രാജ്യങ്ങളും അത് വകവയ്ക്കാത്ത രാജ്യങ്ങളുമൊക്കെയുണ്ട്. ഈ പരിഷ്കരണത്തിന് പിന്നിൽ സാമ്പത്തിക വളർച്ചയും ട്രംപിന്റെ ബിസിനസ് കുതന്ത്രങ്ങളും മാത്രമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ആളും കൂട്ടവുമില്ലാത്ത അന്റാർട്ടിക്കയിലൊക്കെ ട്രംപ് എന്ത് കണ്ടിട്ടാണ് താരിഫ് ചുമത്തിയതെന്നാണ് ഉയരുന്ന ഏറ്റവും വലിയ സംശയം. ഭൂമിയിലെ ഏറ്റവും അപ്രാപ്യമായ സ്ഥലങ്ങളിൽ ഒന്നായ ഇവിടെ സ്ഥിര താമസക്കാരില്ല എന്നതാണ് ചർച്ചകൾ ഉയരാനുള്ള പ്രധാന കാരണം. ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ശാസ്ത്രജ്ഞരുടെയും ഗവേഷകരുടെയും സന്ദർശനങ്ങൾ മാത്രം ഉണ്ടായിരുന്നിട്ടും ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾക്കെന്ന് പറഞ്ഞ് 10% തീരുവയാണ് ട്രംപ് ചുമത്തിയിരിക്കുന്നത്. അധികാരത്തിലേറിയ ശേഷം ട്രംപിന്റെ പലതര ഭ്രാന്തും ലോകം കണ്ടെങ്കിലും ഇത് ഇത്തിരി കടന്നുപോയെന്നാണ് വിലയിരുത്തൽ. ട്രംപ് ഉള്ളപ്പോൾ ഭൂമിയിൽ ഒരിടവും സുരക്ഷിതമല്ലെന്നാണ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് പറയുന്നത്. കോക്കോസ് ദ്വീപുകൾ, ക്രിസ്മസ് ദ്വീപ്, നോർഫോക്ക് ദ്വീപ് എന്നിവയും ഉൾപ്പെടുന്ന ഓസ്ട്രേലിയയുടെ ബാഹ്യപ്രദേശങ്ങളുടെ ഭാഗമാണ് ഈ ദ്വീപുകൾ. ഇവയെല്ലാം താരിഫ് പട്ടികയിൽ പ്രത്യേകം പട്ടികപ്പെടുത്തിയിട്ടുണ്ടെന്നതും ശ്രദ്ധേയമാണ്. ഹേഡ് ഐലൻഡും മക്ഡൊണാൾഡ് ഐലൻഡും വെറും സാധാരണ ദ്വീപുകളല്ല എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ഹിമാനികൾ, പെൻഗ്വിനുകൾ, മറ്റ് കടൽപക്ഷികൾ, നിരവധി സജീവ അഗ്നിപർവ്വതങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള സവിശേഷവും വൈവിധ്യപൂർണവുമായ ഒരു ആവാസ വ്യവസ്ഥയാണ് ഇവിടെയുള്ളത്. ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനാണ് താരിഫുകൾ ഏർപ്പെടുത്തുന്നതെന്ന് അവകാശപ്പെടുന്ന ട്രംപ് ആക്രമണാത്മക നിലപാടാണ് സ്വീകരിച്ചത്. പക്ഷെ അപ്പോഴും ഇത്തരമൊരു നടപടി എന്തിനായിരുന്നുവെന്ന് ആർക്കും പിടികിട്ടിയിട്ടില്ല എന്ന് വേണം പറയാൻ.